ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ഗ്രീൻ ഗ്രേപ്പ് മൊജിറ്റോ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കസ്കസ് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട നല്ല പച്ച മുന്തിരിയാണ്. അതുപോലെ തന്നെ നല്ല വലിയൊരു നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. വലുതില്ലാത്തവ ചെറുതെടുത്താലും മതി കേട്ടോ. ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് വലുതായതുകൊണ്ട്. ഇനി നമുക്ക് ജാറിലേക്ക് മുന്തിരി കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം 2 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് മൊജിറ്റോ ഉണ്ടാക്കുമ്പോൾ അത് ഡയറക്റ്റായിട്ടിട്ട് അതിലോട്ട് ഇടിച്ച് ചതച്ച് അങ്ങനെ ഇടാണ് ചെയ്യാറുള്ളത്. ഞാനിവിടെ ജ്യൂസായിട്ട് അരച്ചെടുത്ത് എൻ്റെ ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഞാൻ വലിയൊരു നാരങ്ങ എടുത്തതുകൊണ്ട് 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനാണ്, മൊജിറ്റോ ഉണ്ടാക്കാനാണ് ഞാൻ ഈ ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1 ഗ്ലാസ്സാണ് മതിയെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങയുടെ ഹാഫ് പോർഷൻ തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാ സാധനവും. ഇനി നമുക്ക് വേണ്ടത് മെയിൻ സാധനം എന്താണ്? 7 അപ്പ് അല്ലേ? 7 സൂപ്പർ ഡൂപ്പർ റിഫ്രഷിംഗ് ആയിട്ടുള്ള 7 അപ്പ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മുന്തിരി ജ്യൂസ് ഒന്ന് ഊറ്റി കൊടുക്കാം. അതിലേക്ക് നാരങ്ങ ജ്യൂസ് പാതി നമുക്കൊന്ന് പകർന്നു കൊടുക്കാം. ശേഷം അതിലേക്ക് കസ്കസ്, ആവശ്യത്തിന് കസ്കസ് ഇട്ടാൽ മതി, നിങ്ങളുടെ ആവശ്യാനുസരണം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കസ്കസിൻ്റെ പാതി മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ഗ്ലാസ് അളവിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ 7 അപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എത്ര ഭംഗിയായിട്ടാണ് നിറയുന്നത് നോക്കിയേ. ആ കസ്കസ് അങ്ങനെ പൊങ്ങിപ്പോകുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. അത് കാണാൻ എത്ര ഭംഗിയാണോ അത്ര തന്നെ ടേസ്റ്റിയാണ്. നമ്മൾ ഈ ചൂട് സമയത്ത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മൊജിറ്റോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചൂടൊന്ന് ശമിക്കാനായിട്ട് നമുക്ക് കുടിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മൊജിറ്റോ ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിതൊരു സ്ട്രോയൊക്കെ ഇട്ട് കുടിച്ചാലോ. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സാധാ മുന്തിരി ജ്യൂസിലോട്ടൊന്ന് കിടക്കാം. അതിനായിട്ട് ഞാൻ ജാറിലേക്ക് ആവശ്യമുള്ള കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. പച്ചമുന്തിരി തന്നെയാണ്, അത്യാവശ്യം മധുരമുള്ള മുന്തിരിയാണ്. ഇതിലേക്ക് 1 സ്പൂൺ ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഡയറക്റ്റായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. വെള്ളം വേണമെങ്കിലുള്ളവർ വെള്ളം ചേർക്കാം, ഇല്ല വെള്ളം വേണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. മുന്തിരിയിൽ തന്നെ ധാരാളം വെള്ളം നമുക്ക് കിട്ടുന്നതായിരിക്കും ജ്യൂസിലോ. ഇനി അരിച്ച് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് കുടിക്കാം. മുന്തിരി ജ്യൂസ് റെഡി. ഈസി ആയിട്ടുള്ള മുന്തിരി മാത്രമുള്ളവർക്ക് വേറൊന്നും ഇല്ല നമ്മൾ ചെയ്യാനായിട്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മുന്തിരി ജ്യൂസ് കുടിക്കാം. ഇതും ഈ ചൂടത്ത് കുടിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.